എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ ബഹുഭുജങ്ങൾ, അതായത് പോളിഗൺസ് എന്ന പാഠം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ തുടർച്ച നമുക്ക് ഇന്ന് ചെയ്യാം. ഇന്ന് നമ്മൾ സമബഹുഭുജങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബഹുഭുജങ്ങൾ, സമബഹുഭുജങ്ങൾ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. സമം എന്ന് പറഞ്ഞാൽ തുല്യം. അപ്പോൾ വശങ്ങളെല്ലാം തുല്യമായ ബഹുഭുജത്തെയാണ് സമബഹുഭുജം എന്ന് പറയുന്നത്. അപ്പോൾ 3 വശവും തുല്യമായ ത്രികോണം നമുക്കറിയാം. ഏതാണ്? സമഭുജ ത്രികോണം. 4 വശവും തുല്യമായ ചതുർഭുജം. ഈ ചതുർഭുജത്തിന് നമ്മൾ സമചതുരം എന്നാണ് പറയുക. 4 വശവും തുല്യം. അപ്പോൾ 5 വശവും തുല്യമായ ബഹുഭുജം, ഇതിന് സമപഞ്ചഭുജം എന്ന് പറയും. 6 വശവും തുല്യമായ ബഹുഭുജം, ഇതിനെ ഷഡ്ഭുജം എന്ന് പറയുന്നു. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായുള്ള പേരുകളുണ്ട്. വശങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും കോണുകളും ഉണ്ടായിരിക്കും. വശങ്ങളുടെ എണ്ണം എത്രയാണോ അത്രയും കോണുകളും ഉണ്ടായിരിക്കും. വശങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് കോണുകളും തുല്യമാണ്. അതാണ് സമബഹുഭുജം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വശങ്ങളെല്ലാം തുല്യമായതുകൊണ്ട് കോണുകളും തുല്യമാണ്. അപ്പം ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക, അകക്കോണുകളുടെ തുക നമ്മൾ അതിനൊരു സമവാക്യമുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആ കോണുകളുടെ തുക n വശങ്ങളുള്ള ബഹുഭുജമാണെങ്കിൽ n-2 × 180, അല്ലെങ്കിൽ 180 × n-2. അപ്പോൾ അകക്കോണുകൾ 3 കോണുണ്ടെങ്കിൽ 3 കോണുകളുടെയും തുക 3 - 2 × 180. 4 ഉണ്ടെങ്കിൽ 4 - 2 × 180. ഇവിടെ നമുക്ക് 3 വശം, 4 വശം, 5 വശം, 6 വശം. ഇനി അങ്ങനെയെങ്കിൽ n വശങ്ങൾ n-2 × 180 ആണെങ്കിൽ ഒരു അകക്കോൺ എത്രയായിരിക്കും? ഒരു അകക്കോൺ n-2 × 180 / n. അപ്പോൾ 10 വശങ്ങളുണ്ടെങ്കിൽ 10 കോണുകളുണ്ടായി. അതിൽ ഒരു കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിക്കണം. 10 കോണുകളുടെ തുകയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു കോണിൻ്റെ വില കിട്ടും. ഇനി പുറം കോണുകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് പുറം കോണുകളുടെ തുക? എത്രയാണ്? 360 ഡിഗ്രിയാണ്. എത്ര കോണുകളുണ്ടോ അത്രയും കോണുകളുടെ തുക 360 ഡിഗ്രി. അപ്പം n വശങ്ങളുള്ള ഒരു സമഭുജം, ഒരു ബഹുഭുജമാണെങ്കിൽ അതിൻ്റെ പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. n വശമാകുമ്പോൾ ഒരു കോൺ കണ്ടുപിടിക്കാൻ n കൊണ്ട് ഹരിക്കണം. ഒരു പുറം കോൺ സമം 360 ഡിഗ്രി / n. ഒക്കെ ഡിഗ്രിയാണ് കേട്ടോ. മനസ്സിലായില്ല? ഒരു അകക്കോൺ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ, ഒരു പുറം കോൺ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരു അകക്കോൺ n-2 × 180 / n, ഒരു പുറം കോൺ 360 ഡിഗ്രി / n. ഇപ്പോൾ n 5 - 10 എത്രയോ ആയിക്കൊള്ളട്ടെ, 360നെ ആ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പുറം കോൺ കിട്ടും. നമുക്ക് 1-2 ചോദ്യം ചെയ്യാം. ഈ ചോദ്യം നോക്കിക്കേ. ഒരു സമബഹുഭുജത്തിന് 10 വശങ്ങളുണ്ട്. അപ്പോൾ n തന്നിട്ടുണ്ട്, n10. ഒരു പുറം കോണിൻ്റെ അളവെത്ര? ഒരു അകക്കോണിൻ്റെ അളവെത്ര? അപ്പോൾ ഒരു പുറം കോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു പുറം കോണുകളുടെ തുക 360 ഡിഗ്രി. അതിൽ 360 ഡിഗ്രി, അതിൽ n വശങ്ങൾ, അതായത് 10, n = 10. അപ്പോൾ ഒരു പുറം കോൺ കാണാൻ എന്താണ്? 360 / 10. എത്ര കിട്ടി? 36 ഡിഗ്രി എന്ന് കിട്ടി. പുറം കോൺ കിട്ടിക്കഴിഞ്ഞാൽ അകക്കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു പുറക്കോണും ഒരു അകക്കോണും കൂടി ചേരുന്നത് 180.
അപ്പോൾ ഒരു അകക്കോൺ സമം 180 മൈനസ് 36 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ഒരു പുറക്കോണും ഒരു അകക്കോണും കൂടി ചേരുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പം 180 നിന്ന് 36 കുറച്ചാൽ എത്ര വരും? 10 6 പോയാൽ 4, 7 3 പോയാൽ 4, 144 ഡിഗ്രി എന്ന് കിട്ടും. ഉണ്ടോ? വളരെ എളുപ്പമാണ്. ഇങ്ങനെ കുറച്ചെഴുതുന്നതാണ് നമുക്ക് എളുപ്പം. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ. ബഹുഭുജത്തിൻ്റെ ഒരു കോൺ 168 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു അകക്കോണാണ് തന്നിരിക്കുന്നത്. ഒരു അകക്കോൺ, കോണെന്ന് പറയുമ്പോൾ അകക്കോണാണ് 168 ഡിഗ്രി. അപ്പോൾ ഒരു പുറംകോൺ കണ്ടുപിടിച്ചുകൂടെ? അകക്കോണും പുറംകോണും കൂടെ ചേരുമ്പോൾ 180. അപ്പം ഒരു പുറക്കോൺ സമം 180 മൈനസ് 168 എത്ര വരും? 12 ഡിഗ്രി എന്ന് പറയും. അപ്പം എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കോണുകളുണ്ടോ അത്രയും വശങ്ങൾ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ 12 കൊണ്ട് ഹരിക്കുക. കോണുകളുടെ പുറം കോണുകളുടെ എണ്ണം സമം എന്താണ്? പുറം കോണുകളുടെ തുക 360 ഡിഗ്രി അല്ലേ? പുറം കോണുകളുടെ തുക ആദ്യം എഴുതാം. പുറം കോണുകളുടെ തുക 360 ഡിഗ്രി. ഒരു പുറം കോൺ 12 ഡിഗ്രി. അപ്പം എത്ര കോണുകൾ ഉണ്ട് അത്രയും വശങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360നെ 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കോണുകളുണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര കോണുകളുണ്ടോ അത്രയും തന്നെ വശങ്ങളും ഉണ്ട്. കോണുകളുടെ പുറം കോണുകളുടെ എണ്ണം പുറം കോണുകളുടെ എണ്ണം 360/12. അപ്പോൾ എത്ര? പുറം കോണുകളുടെ എണ്ണം 30. 360നെ 12 കൊണ്ട് ഹരിച്ചപ്പോൾ 30 കിട്ടി. അപ്പം പുറം കോണുകളുടെ എണ്ണം 30 ഉണ്ടെങ്കിൽ വശങ്ങളുടെ എണ്ണം എത്രയാ? 30 തന്നെ. therefore വശങ്ങളുടെ എണ്ണം സമം 10. മനസ്സിലായി? അപ്പോൾ ഈ ചോദ്യം നോക്കിക്കേ. വശങ്ങൾ തുല്യവും കോണുകൾ വ്യത്യസ്തവുമായ ഒരു ഷഡ്ഭുജം വരയ്ക്കുക. ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 വശം. വശങ്ങൾ തുല്യമായിരിക്കണം, കോണുകൾ വ്യത്യാസമായിരിക്കണം. അപ്പോൾ ഞാൻ വശങ്ങൾ അളവൊന്നും തന്നിട്ടില്ല. വശങ്ങൾ ഞാൻ 5 സെൻറ്റിമീറ്ററിന്ന് എടുക്കുന്നു. വശങ്ങളെല്ലാം തുല്യമാകണം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വീതം എടുക്കുന്നു. പിന്നെ കോണുകൾ വ്യത്യസ്തമായിരിക്കണം. എല്ലാം ഒരേപോലെ ആയിരിക്കത്തില്ല, എല്ലാം വ്യത്യസ്തമായിരിക്കണം. അപ്പം ഞാൻ 3 കോണുകൾ സെലക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? 3 കോണുകൾ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ഇഷ്ടം പോലെ 3 കോണുകൾ സെലക്ട് ചെയ്യുന്നു. ഒന്ന് 110 എടുക്കുന്നു, ഒന്ന് 120 എടുക്കുന്നു, ഒന്ന് 130. 110, 120, 130 ഇങ്ങനെ 3 കോണുകൾ ഞാൻ എടുക്കുന്നു. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുന്നു. പിന്നെ ഒരു കോൺ 110 ഇവിടെ വെച്ചിട്ട് ഞാൻ 110 ഡിഗ്രി എടുക്കുന്നു. ഇവിടെ 110. എന്നിട്ട് കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുന്നു. വശങ്ങളെല്ലാം തുല്യമൊന്നല്ലേ പറഞ്ഞു. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്ത് ഇപ്പുറത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കുന്നു. പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കുന്നു. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് 3 വശമായി. ഇനി 3 വശം കൂടെ ഉണ്ട്. ഇനി അടുത്ത കോൺ 130 ഡിഗ്രി. ഇതാ ഇവിടെ വെച്ചിട്ട് 130 ഡിഗ്രി പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 130 ഡിഗ്രി എടുക്കുന്നത് ഈ പോയിൻ്റാണ്. ഡിഗ്രി. അവിടെയും കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് 2 വശം കൂടി ഉണ്ട്. പക്ഷേ കോണുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഈ 3 കോണുകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ആ ആർക്കിനെ ആ ചാപത്തെ കട്ട് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ആ ചാപം വരയ്ക്കുക. ഇവിടെ വെച്ച് ആ ചാപത്തെ കട്ട് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടത്? കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ചാപം വീശുക. ഇവിടെ വെച്ചിട്ട് ആ ചാപത്തെ കട്ട് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പം വശങ്ങളുടെ നീളമെല്ലാം തുല്യം, 5 സെൻറ്റിമീറ്റർ വീതം. കോണുകളെല്ലാം വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ് വരയ്ക്കണം. ഞാനിപ്പോൾ റഫായിട്ട് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മെഷർ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം കാണും ചിത്രത്തിന്. പക്ഷേ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യം. ഇപ്പം വശങ്ങൾ തുല്യമായി, കോണുകൾ വ്യത്യസ്തമായി. അടുത്ത ചോദ്യം ഇതിൻ്റെ തലതിരിഞ്ഞ രൂപം. തലതിരിഞ്ഞ രൂപം എന്ന് പറയുമ്പോൾ കോണുകളെല്ലാം തുല്യമായിരിക്കണം, വശങ്ങൾ വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം. ഈ ചോദ്യം നോക്കിക്കേ. കോണുകൾ തുല്യവും വശങ്ങൾ വ്യത്യസ്തവുമായ ഒരു ഷഡ്ഭുജം വരയ്ക്കാം. അപ്പോൾ ഇവിടെ കോണുകൾ ഓരോന്നും എത്രയായിരിക്കണം? 120 ഡിഗ്രി. കോണുകൾ 120 ഡിഗ്രി ആയിരിക്കണം. വശങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ എടുക്കുന്ന വശങ്ങൾ വ്യത്യാസമായിരിക്കണം. ഇവിടെ വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുത്തു. വശങ്ങൾ വ്യത്യാസമായതുകൊണ്ട് ഞാനിവിടെ ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്ത്, കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ച് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കണം. എത്ര? 120 ഡിഗ്രി എടുക്കണം. അതിന് ഞാൻ 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. എത്ര? 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഞാൻ എത്ര? ഇവിടെയും പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കണം. 120 ഡിഗ്രി. ഇതിന് ഞാൻ 2 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ എത്ര? 1, 2, 3, 4 വശങ്ങളായി. ഇനി 2 വശം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ 120 ഡിഗ്രി എടുക്കുന്നു. ഞാനിതിന് എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. പിന്നെ നമുക്കങ്ങ് യോജിപ്പിച്ചാൽ മതിയാവും. 120 വീതം എടുത്തുകൊണ്ട് എല്ലാം 120 ആയിരിക്കും. ബാക്കി ഒരു കോണും കൂടെ ഉള്ളൂ, അതും 120 ആയിരിക്കും. ഇവിടെ 2.5 സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തിട്ട് അവസാനം ഇവിടെ വെച്ച് എടുക്കുകയാണെങ്കിൽ 120 ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇതിന് 1.5 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോണുകളെല്ലാം 120, വശങ്ങൾ വ്യത്യസ്തമായ ഒരു ഷഡ്ഭുജമാണ് വരച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സമബഹുഭുജത്തിൽ നമുക്ക് കുറച്ച് വരയ്ക്കാനുള്ള ആണുള്ളത്. ഈ 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ചിത്രം എക്സാമിനേഷന് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ലെസണിൽ റിവിഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.